ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയ അവസരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഏകദേശം എത്ര കവിഞ്ഞിരുന്നു? ഉത്തരം 1.5 ലക്ഷം. ഇന്ത്യക്കാർ ട്രാൻസ്വാളിൽ നേരിട്ട പ്രശ്നം എന്തായിരുന്നു? ഉത്തരം ട്രാൻസ്വാളിൽ പ്രവേശിക്കാൻ 3 പൗണ്ട് കരമടക്കേണ്ടിയിരുന്നു. കൂടാതെ രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങാനോ അനുവാദമില്ലാതെ പുറത്തിറങ്ങാനോ കഴിയുമായിരുന്നില്ല. ആദ്യത്തെ ഉടമ്പടി പ്രകാരമുള്ള തൊഴിലാളികൾ ഇന്ത്യയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1860 നവംബർ 16. സത്യാഗ്രഹ കാലത്ത് ട്രാൻസ്വാളിലെ താമസക്കാരായ ഇന്ത്യൻ ജനതയുടെ എത്ര ശതമാനം ആളുകൾ അവിടുത്തെ വിവിധ ജയിലുകളിൽ തടവ് അനുഭവിച്ചിരുന്നു? ഉത്തരം 30%. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയപ്പോൾ ഇന്ത്യൻ വിരുദ്ധ മനോഭാവത്തിന്റെ തീവ്രത കുറവായിരുന്നത് ഏതു ഭാഗത്തായിരുന്നു? ഉത്തരം കേപ്പ് കോളനി. ഇന്ത്യൻ തൊഴിലാളികൾ ഉടമ്പടി പ്രകാരം ദക്ഷിണാഫ്രിക്കയിലേക്ക് ആദ്യമായി എത്ര കാലത്തേക്കായിരുന്നു വന്നത്? ഉത്തരം 5 വർഷം. ഇന്ത്യൻ തൊഴിലാളികൾ ഉടമ്പടി പ്രകാരം ദക്ഷിണാഫ്രിക്കയിലേക്ക് ആദ്യമായി എത്ര കാലത്തേക്കായിരുന്നു വന്നത്? ഉത്തരം 5 വർഷം. ഉടമ്പടി പ്രകാരമുള്ള തൊഴിലാളികളും മറ്റു തൊഴിലാളികളും കൂടുതലായി എവിടെ നിന്നുള്ളവരായിരുന്നു? ഉത്തരം ഉത്തർപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും. ഏത് കോടതിയിൽ വെച്ചായിരുന്നു സ്വന്തം കക്ഷി കള്ളം പറഞ്ഞതിനെ തുടർന്ന് ഗാന്ധിജി വിസ്താര വേളയിൽ തന്റെ കേസ് പിൻവലിക്കാൻ ജഡ്ജിയോട് ആവശ്യപ്പെട്ടത്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ. ഗാന്ധിജി പോലീസ് സംരക്ഷണതയിൽ ഒരു ഷെൽട്ടറിൽ താമസിക്കുമ്പോൾ ചുറ്റുപാടും വെള്ളക്കാരായ അലമുറയിടുന്ന തെന്മാടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ സമയം ഗാന്ധിജിക്ക് വേഷം മാറി കുടുംബസമേതം സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാനായി ഒരു സന്ദേശം ലഭിച്ചു. ഗാന്ധിജി സന്ദേശം സ്വീകരിക്കുകയും വേഷം മാറി രക്ഷപ്പെടുകയും ചെയ്തു. ആരായിരുന്നു ഈ സന്ദേശം അയച്ചത്? ഉത്തരം അലക്സാണ്ടർ. ഗാന്ധിജി സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും 2 കുറ്റാന്വേഷകരോടൊപ്പം രക്ഷപ്പെട്ടത് ഏത് വേഷത്തിലായിരുന്നു? ഉത്തരം ഭാരതീയ പോലീസുകാരന്റെ വേഷത്തിൽ. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും കൂലിപ്പണിക്കാരായിരുന്നു. തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലത്തിന് ഇംഗ്ലീഷുകാർ നൽകിയ പേര് എന്താണ്? ഉത്തരം കൂലി ലൊക്കേഷൻ. ആദ്യമായി ഗാന്ധിജിയുടെ മുന്നിലെത്തിയ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ അടിമ തൊഴിലാളി ആരാണ്? ഉത്തരം ബാലസുന്ദരം. പ്രെട്ടോറിയയിലേക്കുള്ള യാത്രാ മധ്യേ ഗാന്ധിജിയെ ഇറക്കിവിട്ട സ്റ്റേഷൻ ഏതാണ്? ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിച്ചിരുന്ന ഗാന്ധി കുടുംബത്തിലെ അംഗം ആരാണ്? ഉത്തരം മണിലാൽ ഗാന്ധി. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ജീവിത വീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ പുസ്തകം? ഉത്തരം അൺടു ദി ലാസ്റ്റ്. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം വ്യക്തിയുടെ പൊതുനന്മ, തൊഴിലിന്റെ മാന്യത, അധ്വാനിച്ചുള്ള ജീവിതം. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? ഉത്തരം HSL പോളാക്ക്. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജിക്ക് നൽകിയ HSL പോളാക്ക് ഏത് പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപ സമിതി അംഗമാണ്? ഉത്തരം ദ ക്രിട്ടിക്. ഗാന്ധിജി അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിന്റെ ആശയം ആദ്യമായി ആരോടാണ് പങ്കുവച്ചത്? ഉത്തരം ആൽബർട്ട് വെസ്റ്റ്. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിന് ഗാന്ധിജി നൽകിയ പേര് എന്തായിരുന്നു? ഉത്തരം സർവോദയം. ഗാന്ധിജിയെ സർവോദയം എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഉത്തരം എല്ലാവരുടെയും ക്ഷേമം. ദക്ഷിണാഫ്രിക്കയിലെ ഏത് യൂണിറ്റിലായിരുന്നു കൂടുതൽ ഇന്ത്യക്കാർ പാർത്തിരുന്നത്? ഉത്തരം നേറ്റാൾ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ ആരംഭിച്ച സംഘടന ഏതാണ്? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ആരംഭിച്ച വർഷം? ഉത്തരം 1894 മെയ് 22. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി വഹിച്ചിരുന്ന പദവി എന്തായിരുന്നു? ഉത്തരം ഓണററി സെക്രട്ടറി. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് വർഷത്തിൽ എത്ര തവണ യോഗം ചേർന്നിരുന്നു? ഉത്തരം 12.
നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ദാദാ അബ്ദുള്ള സേട്ട്. ഗാന്ധിജി തന്റെ അസാന്നിധ്യത്തിൽ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ ചുമതല ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം ആദംജി മിയാഖൻ. നേറ്റാൾ സുപ്രീം കോടതിയിൽ ഏക ഇന്ത്യൻ അഭിഭാഷകൻ എന്ന നിലയിൽ ഗാന്ധിജി നിയമിതനായത് എന്നാണ്? ഉത്തരം 1894 സെപ്റ്റംബറിൽ. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഫ്രിക്കയെ പറ്റി ഒരു പ്രമേയം പാസാക്കിയത്? ഉത്തരം 1894. ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ ഗാന്ധിജിയെ കളിയാക്കി വിളിച്ചിരുന്നത് എന്തായിരുന്നു? ഉത്തരം കൂലി ബാരിസ്റ്റർ. പ്രെട്ടോറിയയിലെ റോഡിലൂടെ നടക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകാതെ ഒരു കൂട്ടം പോലീസുകാർ ഗാന്ധിജിയെ ആക്രമിക്കുകയുണ്ടായി. ഇത് കണ്ട ദൃക്സാക്ഷി സ്വയം സാക്ഷി പറയാൻ തയ്യാറായി. അയാളോട് ഗാന്ധിജിയുടെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം വ്യക്തിപരമായ പരാതികളുമായി താൻ കോടതിയിൽ പോകില്ല എന്നും അതിനാൽ പോലീസുകാരോട് ക്ഷമിക്കുന്നു എന്നും. ഗാന്ധിജിയുടെ ആദ്യ പൊതുപ്രസംഗത്തിൽ ഗാന്ധിജി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു? ഉത്തരം കച്ചവടക്കാർ സത്യസന്ധത പാലിക്കണം, ഇന്ത്യക്കാർ ശുചിത്വം പാലിക്കണം, ജാതി മത ഭാഷാ വ്യത്യാസങ്ങൾ മറക്കണം, സംഘടനകൾ രൂപീകരിക്കണം, ഒഴിവു സമയങ്ങളിൽ ഇംഗ്ലീഷ് പഠിക്കണം. പൊതുപ്രവർത്തനവും പണവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഗാന്ധിജിയുടെ അഭിപ്രായം എന്തായിരുന്നു? ഉത്തരം പൊതുപ്രവർത്തനത്തിന് ആരും പ്രതിഫലം പറ്റരുത്, സംഭാവനയിലൂടെ സ്വീകരിക്കുന്ന പണം ആവശ്യത്തിലേറെ ആകരുത്, വാങ്ങുന്ന പണത്തിന് രസീത് നൽകണം, കണക്കുകൾ സൂക്ഷിക്കുകയും വേണം, പണം കടം വാങ്ങരുത്. ട്രാൻസ്വാളിലും ഓറഞ്ച് സ്റ്റേറ്റിലും ഇന്ത്യക്കാർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ഗാന്ധിജി എഴുതിയ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം. സുലു ലഹളയിൽ ഗാന്ധിജിയുടെ പങ്ക് എന്തായിരുന്നു? ഉത്തരം ആംബുലൻസ് സേനാ നായകൻ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുള്ള ഗാന്ധിജിയുടെ സേവനം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത് എന്നായിരുന്നു? ഉത്തരം ബോവർ യുദ്ധകാലത്ത്. ബോവർ യുദ്ധത്തിൽ ആംബുലൻസ് യൂണിറ്റ് സംഘടിപ്പിച്ചത് കണക്കിലെടുത്ത് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതി എന്താണ്? ഉത്തരം കൈസർ ഇ ഹിന്ദ്. 1896 കുടുംബത്തെ ഇന്ത്യയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഗാന്ധിജി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. കപ്പൽ യാത്രക്കിടെ ഗാന്ധിജി പഠിക്കാൻ ശ്രമിച്ച ഭാഷകൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഉറുദുവും തമിഴും. ഗാന്ധിജി രണ്ടാമതായി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം? ഉത്തരം 1896 ഡിസംബർ 18. ഗാന്ധിജി രണ്ടാം തവണ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയപ്പോൾ എത്ര കാലമാണ് താമസിച്ചത്? ഉത്തരം 5 വർഷം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഡർബനിൽ ഇന്റർനാഷണൽ പ്രിന്റിംഗ് പ്രസ് രൂപീകൃതമായത് എന്നാണ്? ഉത്തരം 1898. ഇന്ത്യയിൽ എവിടെ വെച്ചാണ് ഗാന്ധിജിക്ക് ദക്ഷിണാഫ്രിക്കയിലെ ചലനങ്ങളെപ്പറ്റി സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചത്? ഉത്തരം മദ്രാസ്. ബ്രിട്ടീഷുകാരും ബോവർമാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഗാന്ധിജി ബോവർമാരുടെ ദയ കാണിച്ചു എങ്കിലും അദ്ദേഹം യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിൽക്കാനാണ് ആഗ്രഹിച്ചത്. ഏത് മാസത്തിലായിരുന്നു ഈ യുദ്ധം? ഉത്തരം ഒക്ടോബറിൽ. ഗാന്ധിജി ബ്രിട്ടീഷ് ബോവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇന്ത്യൻ ആംബുലൻസ് സൈന്യത്തെ സംഘടിപ്പിച്ചു. 1200 വോളണ്ടിയർമാരെ ചേർത്തു. അതിൽ ഇന്ത്യക്കാർ എത്രയുണ്ടായിരുന്നു? ഉത്തരം 300. ദക്ഷിണാഫ്രിക്കയിലെ വിരാംഗമയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച പട്ടുനാട സമ്പ്രദായത്തെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ട്രാൻസ്വാളിൽ പ്രഖ്യാപിച്ച ഇന്ത്യക്കെതിരെയുള്ള ഓർഡിനൻസിനെ കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ധരിപ്പിക്കാൻ 2 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. ആരൊക്കെയായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ? ഉത്തരം ഗാന്ധിജിയും HO അലിയും.
പോലീസിന്റെ ഇടപെടലില്ലാത്ത ഏതു സമയത്തും ട്രാൻസ്വാളിൽ പുറത്തിറങ്ങി നടക്കാൻ ഗാന്ധിജിക്ക് അധികാരം നൽകിയത് ആരാണ്? ഉത്തരം ഡോക്ടർ ക്രൗസെ. ആംബുലൻസ് കോർ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ജോഹന്നാസ്ബർഗിലെ ഗാന്ധിജിയുടെ ഓഫീസിന്റെ 4 ചുമരുകളിൽ 4 മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവ ആരുടേതൊക്കെയാണ്? ഉത്തരം റാനഡെ, ആനി ബസന്റ്, ലോർഡ് ക്രൈസ്റ്റ്, ഹണ്ടർ. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച യങ് മെൻസ് മുഹമ്മദൻ അസോസിയേഷന്റെ നിയമാവലി എഴുതിയത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഏത് വർഷമാണ് ഗാന്ധിജി ട്രാൻസ്വാളിലെ സുപ്രീം കോടതിയിൽ വക്കീലായി എൻറോൾ ചെയ്തത്? ഉത്തരം 1903. ട്രാൻസ്വാളിൽ ഗാന്ധിജി ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം? ഉത്തരം 1903. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം തുടങ്ങിയ വർഷം? ഉത്തരം 1903 ജൂൺ 4. എവിടെ നിന്നാണ് ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത്? ഉത്തരം ഡർബനിൽ. ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് സംഘടനയുടെ ഭാഗമായാണ്? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയോട് ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം തുടങ്ങാൻ ശുപാർശ ചെയ്ത വ്യക്തി ആരായിരുന്നു? ഉത്തരം മദൻജി എന്ന പ്രസുഡമ്മ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ഏതൊക്കെ ഭാഷകളിലാണ് പുറത്തിറക്കിയത്? ഉത്തരം ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി, തമിഴ്. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപൻ ആരായിരുന്നു? ഉത്തരം മൻസുഖ് ലാൽ നാസർ. ഇന്ത്യൻ ഒപ്പീനിയൻ പത്രത്തിന്റെ നടത്തിപ്പിൽ ഗാന്ധിജിക്ക് 1904 എത്ര രൂപയാണ് നഷ്ടം സംഭവിച്ചത്? ഉത്തരം 26,000 രൂപ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന സമരം പുറം ലോകം അറിഞ്ഞത് ഗാന്ധിജിയുടെ ഏത് പ്രസിദ്ധീകരണത്തിലൂടെയാണ്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്നും പ്രചോദിതനായി ഗാന്ധിജി ഡർബനിൽ തുടങ്ങിയ സ്ഥാപനം? ഉത്തരം ഫീനിക്സ് സെറ്റിൽമെന്റ്. ഫീനിക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ച വർഷം? ഉത്തരം 1904. എവിടെയാണ് ഫീനിക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ചത്? ഉത്തരം ഡർബന് സമീപം. ഫീനിക്സ് സെറ്റിൽമെന്റിൽ മാസാന്ത അലവൻസായി ഓരോ അംഗത്തിനും നിശ്ചയിച്ച തുക? ഉത്തരം 3 പൗണ്ട്. ഫീനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിക്കാൻ ഗാന്ധിജിയെ സഹായിച്ച സുഹൃത്തുക്കൾ? ഉത്തരം ആൽബർട്ട് വെസ്റ്റ്, റവറൻഡ് ജോസഫ്, ജെ ഡോക്ക്, ഹെൻറി എസ് എൽ പൊളാർഡ്. ഇന്ത്യക്കാരെല്ലാവരും പേര് രജിസ്റ്റർ ചെയ്ത് വിരലടയാളം പതിപ്പിച്ച ഒരു സർട്ടിഫിക്കറ്റ് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കണമെന്ന നിയമം ഗവൺമെന്റ് പാസാക്കിയിരുന്നു. എന്താണ് ആ നിയമം? ഉത്തരം ഏഷ്യാറ്റിക് ലോ അമെൻഡ്മെന്റ് ഓർഡിനൻസ്. ഏഷ്യാറ്റിക് ലോ അമെൻഡ്മെന്റ് നിയമം ഗവൺമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം 1906. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം? ഉത്തരം 1906 ദക്ഷിണാഫ്രിക്കയിൽ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരിപാടി എത്ര കാലം നീണ്ടു നിന്നിരുന്നു? ഉത്തരം 8 വർഷം. ജോഹന്നാസ്ബർഗിലെ 16 വയസ്സുള്ള സത്യാഗ്രഹ ബാലിക ആരായിരുന്നു? ഉത്തരം വള്ളിയമ്മ ആർ മുനുസ്വാമി. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു? ഉത്തരം ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്കു വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ. ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി ഗാന്ധിജി ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്നായിരുന്നു? ഉത്തരം 1908 ജനുവരി 10.
ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എവിടെയായിരുന്നു? ഉത്തരം ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എത്ര കാലമാണ് ശിക്ഷ അനുഭവിച്ചത്? ഉത്തരം 2 മാസം. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി എത്ര തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു? ഉത്തരം 6. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഏകാന്ത തടവുകാരനായത് എവിടെയായിരുന്നു? ഉത്തരം ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി സംഘടിപ്പിച്ച ദക്ഷിണാഫ്രിക്കയിലെ ആദ്യ ഹർത്താൽ എന്നായിരുന്നു? ഉത്തരം 1908 ജൂലൈ 23. ഗാന്ധിജിയെ 9 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച കോടതി ഏതായിരുന്നു? ഉത്തരം ഡൻഡി കോടതി. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമം ഏതാണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാം. ടോൾസ്റ്റോയ് ഫാം ആരംഭിച്ചത് എന്നായിരുന്നു? ഉത്തരം 1910 മെയ് 30. ഗാന്ധിജിയുടെ ടോൾസ്റ്റോയ് ഫാം ആശ്രമത്തിന് സ്ഥലം നൽകിയത് ആരായിരുന്നു? ഉത്തരം കെല്ലൻ ബെക്ക്. ടോൾസ്റ്റോയ് ഫാമിന് വേണ്ടി സത്യാഗ്രഹികളുടെ ആദ്യ സംഘം പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നാണ്? ഉത്തരം 1910 ജൂണിൽ. ഗാന്ധിജി ഉപവാസ സമരം പരിശീലിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാമിൽ. ഗാന്ധിജി അധ്യാപക വേഷത്തിൽ പ്രവർത്തിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാമിൽ. ടോൾസ്റ്റോയ് ഫാമിലെ കെട്ടിടങ്ങളുടെ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം കെല്ലൻ ബാക്ക്. ആദ്യമായി സത്യാഗ്രഹികൾ ടോൾസ്റ്റോയ് ഫാമിൽ താമസിക്കുവാനും ജോലി ചെയ്യുവാനുമായി വന്നത് എപ്പോഴായിരുന്നു? ഉത്തരം 1910 ജൂൺ മാസത്തിൽ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ധർമാശുപത്രി നടത്തിയിരുന്നത് ആരുടെ സാമ്പത്തിക സഹായം കൊണ്ടായിരുന്നു? ഉത്തരം പാഴ്സീസ് ടോംജി. ഗാന്ധിജി നടത്തിയിരുന്ന ധർമാശുപത്രിയിലെ സൗജന്യ ചികിത്സകനായ ഡോക്ടർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ബൂത്ത്. ദക്ഷിണാഫ്രിക്കയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഗാന്ധിജിയെ സഹായിച്ച ഇന്ത്യൻ നേതാവ് ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ക്ഷണപ്രകാരം ഇംഗ്ലണ്ടിൽ നിന്നും എപ്പോഴായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ വന്നത്? ഉത്തരം 1912. ഗോപാലകൃഷ്ണ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം 1912 ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റും സത്യാഗ്രഹികളും തമ്മിലുള്ള തർക്കത്തിന് മധ്യസ്ഥത വഹിക്കാൻ. ജോഹന്നാസ്ബർഗിലെ ഗാന്ധിജിയുടെ ഓഫീസിലെ ടൈപ്പിസ്റ്റായ ഇംഗ്ലീഷ് വനിത ആരായിരുന്നു? ഉത്തരം മിസ് ഡിക്ക്. ദക്ഷിണാഫ്രിക്കൻ ജയിലിൽ നിന്നും നിബന്ധനകളില്ലാതെ ഗാന്ധിജിയെ വിട്ടയച്ചത് എന്നായിരുന്നു? ഉത്തരം 1913 ഡിസംബർ 18. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സമര നേതൃത്വം വഹിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ജനറൽ സ്മട്സ്. ഗാന്ധിജി ജനറൽ സ്മട്സിന് ചെരുപ്പ് സമ്മാനിച്ചത് എപ്പോഴാണ്? ഉത്തരം ജയിലിൽ കിടന്ന സമയത്ത് ചെരുപ്പുണ്ടാക്കാൻ പഠിച്ചപ്പോൾ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ച സത്യാഗ്രഹ പരിപാടിയുടെ അവസാനം ജനറൽ സ്മട്സുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ക്രമേണ സത്യാഗ്രഹികളെ വിട്ടയച്ചത് എന്നു മുതൽക്കായിരുന്നു? ഉത്തരം 1914 ജനുവരി 21. ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹം സമാപിച്ച വർഷം? ഉത്തരം 1914. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നത് എന്നായിരുന്നു? ഉത്തരം 1914 ജൂലൈ 18. ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ച വർഷം? ഉത്തരം 1915 ജൂൺ 26. കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്?
ഉത്തരം ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന ഹർഡിഞ്ച് പ്രഭു. കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിനെ തിരിച്ചു നൽകിയത് എന്നായിരുന്നു? ഉത്തരം 1920 ഓഗസ്റ്റ് 2.